ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷി ഹെൽത്തി കിച്ചൺ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ സ്മോൾ റെസിപ്പിയാണ്. ചിൽഡ്രൻസ് ഫേവറേറ്റ് നമ്മളുടെ ബ്രെഡ് പിസ്സ ആണ് ഇന്നത്തെ റെസിപ്പി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പിസ്സ. ജങ്ക് ഫുഡ്സ് നമ്മൾ ഒരുപാട് കഴിക്കാൻ കുട്ടികൾക്ക് കൊടുക്കുക ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളല്ല, സ്പെഷ്യലി നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ. അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ട് ബ്രെഡ് കൊണ്ട് നമ്മൾക്ക് പിസ്സ വീട്ടിലുണ്ടാക്കി കൊടുക്കാം. അവർക്ക് ഏത് സമയത്ത് കഴിക്കണമെന്ന് തോന്നിയാലും വളരെ ഈസി ആൻഡ് സിമ്പിളായിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണേലും ടിഫിൻ പാക്ക് ചെയ്യാനാണേലും ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒന്നാണ് ബ്രെഡ് പിസ്സ. മാക്സിമം എല്ലാവർക്കും അറിയാം, വളരെ ഈസി ആൻഡ് സിമ്പിൾ ആണ്. പക്ഷെ അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. കുക്കിംഗ് ഒക്കെ ലേൺ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ, ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നാട്ടിലൊക്കെ ഉള്ളവർക്കൊക്കെ ബ്രെഡ് പിസ്സ ഒക്കെ ഉണ്ടാക്കാൻ അങ്ങനെ അറിയില്ല, അപ്പം അവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. Hey friends, today I'm going to make a very easy and simple children's favorite bread pizza recipe. So let's try how to make. Thank you so much for watching. Keep sharing. ടൈം കിട്ടുകയാണെങ്കിൽ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹേ ഫ്രണ്ട്സ്, ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ്ഡ് ഇറ്റ്, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് ദി നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു. അപ്പോൾ നമുക്ക് ഈസി ആൻഡ് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ബ്രെഡ് പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മോസറെല്ല ചീസ്. ഞാനിങ്ങനെ ഷ്രെഡ് ചെയ്ത് നമുക്ക് പാക്കറ്റ് വാങ്ങാൻ കിട്ടും. അങ്ങനെ ഒരു പീസായിട്ടിരിക്കണത് കിട്ടും, ഒരു കട്ട ബാർ പോലെ. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത്, ഒത്തിരി വലിയ പീസസുകളാക്കണ്ട. ഒരു കുഞ്ഞു സവാള അല്ലെങ്കിൽ ഒരു സവാളയുടെ പകുതി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു സ്ക്വയർ ക്യൂബ്സിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം ഇങ്ങനെ സ്ക്വയർ ക്യൂബ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ചെറിയ പീസസുകളായിട്ട് ഇടണം ക്യാപ്സിക്കം, ഒത്തിരി അങ്ങ് വലുതാക്കണ്ട ക്യാപ്സിക്കം, കാരണം ബ്രെഡിൽ വെക്കുമ്പം ആ ഒരു സ്ഥലം വേണം അതിന്. അപ്പം നമുക്ക് വെജിറ്റബിൾസ് ഇത് മൂന്നുമാണ്. മോസറെല്ല ചീസായി. ഞാനിവിടെ ഒരു കുറച്ച് പനീർ ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. വെജിറ്റേറിയൻ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ പനീർ ക്യൂബ്സ് നല്ല ടേസ്റ്റ് തരും. നിങ്ങൾക്ക് ഈ പനീർ ക്യൂബ്സിന് പകരം ചെറുതായിട്ട് ഷ്രെഡ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ പിസ്സ വേണമെന്നുണ്ടെങ്കിൽ, വേവിച്ച് വെച്ചിരിക്കണ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബോയിൽ ചെയ്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ട് ഷ്രെഡ് ചെയ്തിട്ട് അത് വേണേലും ആഡ് ചെയ്യാം. ഞാനിവിടെ ഇപ്പം ഈ പനീർ ക്യൂബ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് കുഞ്ഞു പനീർ ക്യൂബ്സ് ആണ് ഇടുന്നത്. ഇത് നല്ലൊരു ടേസ്റ്റ് തരും ഒരല്പം ഒന്ന് ഇടയ്ക്ക് കടിക്കുകയാണെങ്കിൽ. പ്ലസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മഷ്റൂം ആഡ് ചെയ്യാവുന്നതാണ്, കോൺ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് മറ്റു പിസ്സകളിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്, നിങ്ങൾക്ക് അതെല്ലാം ആഡ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സോസ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 1 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസാണ് എടുത്തിരിക്കുന്നത്. ഷെസ്വാൻ സോസിന് കുറച്ച് എരിവുണ്ട് ഭയങ്കര, അപ്പോൾ കുറച്ചിടുക. അത് കെച്ചപ്പ് കൂടുതലിടുക. ഇതൊരു ടേസ്റ്റ് തരും. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട. കുട്ടികൾക്ക് എരിവ് ഒരുപാട് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ അത് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സോസൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. കെച്ചപ്പ് ഇച്ചിരി കൂടുതൽ എടുക്കുക, ഷെസ്വാൻ സോസ് കുറച്ചെടുക്കുക. ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഒരു പിസ്സ ബേസ് സോസ് ആക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് റെഡ് ചില്ലി ഫ്ലേക്സ് വേണം. ഓറിഗാനോ സ്പൈസസ്, നമ്മളുടെ ഓറിഗാനോ ഇങ്ങനെ പിന്നെ ഇന്റർനാഷണലിലെ ഒരു സ്പൈസസ് കിട്ടുമല്ലോ, ആ സ്പൈസസ് വാങ്ങുക. ഹെർബ്സ് ആൻഡ് സ്പൈസസ് കിട്ടും, അത് വാങ്ങുക. ഇതിപ്പോൾ ഓറിഗാനോ ആണ്, ഞാൻ ആ ഹെർബ്സ് അല്ലെ സ്പൈസസ് ആഡ് ചെയ്യണില്ല. ഇത് മതി, ഇത് അത്യാവശ്യമാണ്. പക്ഷേ ഇതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതില്ലാത്ത ഇപ്പോൾ ഓരോ എല്ലാവരുടെ അടുത്തും ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അതില്ലാന്നുണ്ടെങ്കിൽ അതില്ലാതെ ഉണ്ടാക്കിക്കോളൂ. പിന്നെ നമുക്ക് ഒരല്പം ബ്ലാക്ക് പെപ്പർ വേണം, ബ്ലാക്ക് പെപ്പർ പൊടി വേണം കുറച്ച്. പിന്നെ ഒരല്പം ബട്ടർ അല്ലെങ്കിൽ ഒരല്പം ഓയിൽ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് ബ്രെഡ് പീസസ് വേണം. ബ്രെഡ് പീസസ് ഒരല്പം കട്ടിയുള്ള ബ്രെഡ് പീസസ് എടുക്കണം. അതിൻ്റെ കാര്യം, ബ്രെഡ് പീസസ് പലത് കിട്ടാറുണ്ട്, ഒട്ടും കട്ടിയില്ലാത്ത നൈസായിട്ടുള്ള ബ്രെഡ് പീസസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ബ്രെഡ് പീസസിൽ നമുക്ക് ബ്രെഡ് പിസ്സ ഉണ്ടാക്കാൻ പറ്റില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കുറച്ച് നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇത്തരം കട്ടിയുള്ള ബ്രെഡ് പീസസ് ആയിരിക്കണം, അല്ലെങ്കിൽ പിസ്സ ഉണ്ടാക്കി നമുക്കത് എടുക്കാൻ പറ്റൂല. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ആദ്യം ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം.
കാരണം നമ്മൾ ഓവനിലല്ല ഉണ്ടാക്കുന്നത്, തവയിലാണ്. അപ്പം ഓവനിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വെജിറ്റബിൾസ് ആദ്യം ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, അത് ഓവനിലോട്ട് വെക്കുമ്പോൾ അത് കുക്കായിക്കോളും. അതേസമയം നമ്മൾ തവയിലാണ് ഉണ്ടാക്കുന്നത് ഈ ബ്രെഡ് പീസ് എന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസ് എല്ലാം അതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്കാകാൻ വേണ്ടി. നമ്മളുടെ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്, അത് ക്രിസ്പി ആയിട്ടിരിക്കണം. പിസയിൽ വെജിറ്റബിൾസ് കണ്ടിട്ടില്ലേ, ഒത്തിരി ക്രിസ്പി ആയിട്ടിരിക്കണേ. അപ്പോൾ ക്രിസ്പി ആയിട്ടിരിക്കണം, അങ്ങ് കുഴഞ്ഞു പോകരുത്, ഒത്തിരി നേരം കുക്ക് ചെയ്യരുത്. അപ്പോൾ പിസ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഈ സവാളയ്ക്കാണല്ലോ ഒരു ഇച്ചിരി വേവ് കൂടുതൽ. അപ്പോൾ ഈ സവാള ഇട്ട് കൊടുക്കാം, മിക്സ് ചെയ്യുക. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം, ലോ ഫ്ലെയിമിൽ ഒരു 2 to 3 മിനിറ്റ്സിൽ കൂടുതൽ ഇതൊന്ന് വഴട്ടരുത്. 2 മിനിറ്റ് വഴറ്റിയാൽ മതിയാകും. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ക്രിസ്പിനെസ് അങ്ങ് പോയിട്ട് പിന്നെ നമുക്ക് ഒരു പിസ്സ കഴിക്കാനുള്ള ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. ഈ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം ഫ്രഷ് വെജിറ്റബിൾസ്. ഇതിനകത്ത് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക, കൂടിപ്പോകരുത് ഉപ്പ്. ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ശരിക്കും വെജിറ്റബിൾസ് ക്രിസ്പി ആയിരിക്കണം, എങ്കിലും പിസ്സ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഒരുപാട് നേരം കുക്ക് ചെയ്തത് ഓവർ ഇതാക്കരുത്. ഇതിനകത്തോട്ട് നമ്മൾക്ക് ഒരു 1 ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആഡ് ചെയ്യണ്ട, അല്ലെങ്കിൽ അങ്ങ് എരിവ് കൂടിപ്പോയി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ലല്ലോ. ഒരു ജസ്റ്റ് ഒരു 1/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം അത്രയും മതി. ഒരുപാട് ആഡ് ചെയ്യണ്ട. ചില്ലി ഒരുപാട് അങ്ങ് സ്പൈസി വേണം നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്തോളൂ. 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂണോളം ബ്ലാക്ക് പെപ്പർ പൗഡർ ഒന്ന് ആഡ് ചെയ്യുക. ഇനി ഇതിനകത്തോട്ട് ഒരല്പം ഒറിഗാനോ ഒന്ന് മിക്സ് ചെയ്യുക. വെജിറ്റബിൾസിലും ആ ഒരു സ്മെല്ല് കിട്ടുമേ, അപ്പോൾ ഒരു ലിറ്റിൽ ബിറ്റ് ആ വെജിറ്റബിൾസിലും ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഒരു ജസ്റ്റ് ഒരു മുള്ളൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. അതിന് ഭയങ്കര സ്മെല്ലാണ് ഒറിഗാനോ, അപ്പോൾ ഒരുപാട് അങ്ങ് ആഡ് ചെയ്യേണ്ട, ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് മതി. അപ്പം നമ്മളുടെ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞു, ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ വെജിറ്റബിൾസ് നല്ലതുപോലെ കുക്കായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിനകത്തോട്ട് തന്നെ നമ്മൾക്ക് ഈ പനീർ ഇനി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ പനീർ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. ആ പാനിൻ്റെ ചൂട് കൊണ്ട് പനീർ ആയിക്കോളും. പനീർ ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡായിക്കോളും. അപ്പം ഇതിപ്പം നമ്മളൊന്ന് അടച്ചു വെക്കുമല്ലോ വേവിക്കാനായിട്ട് പിസ്സ. അപ്പം ആ സമയത്ത് ആ ഒരു 2 മിനിറ്റും കൊണ്ട് നമ്മളുടെ ഈ പനീർ വെന്തോളും. അപ്പം ഇപ്പം നമുക്ക് ഇതിനകത്ത് കൂടെ ഇട്ടിട്ട് ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ആ ബ്രെഡ് ഒന്ന് നേരെ വെക്കണ്ടേ, അപ്പോൾ ഒരു ലെവലിലിരിക്കുന്ന തവയായിരിക്കും കൂടുതൽ നല്ലത്. നോർമൽ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന തവയാണെങ്കിൽ അന്ന് പരന്ന് കുഴിഞ്ഞിരിക്കും. അപ്പം സ്ട്രെയിറ്റ് ആയിട്ട് ലെവലായിട്ടുള്ള തവ ഉപയോഗിക്കുക. ഇത് വളരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കുക തവ ആദ്യം. അതിലോട്ട് ഒരല്പം ഒന്ന് ബട്ടർ ഞാൻ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്, ചെറുതായിട്ട്, നോട്ട് ടു മച്ച്. അപ്പോൾ എന്നിട്ട് ഈ ബ്രെഡ് പീസസുകൾ ഒന്ന് നമുക്ക് ചൂടാക്കാം. ഇതൊന്ന് ഒരു സൈഡ് ചൂടാക്കി എടുക്കുക ആദ്യം, 2 സൈഡും ചൂടാക്കരുത്. ഓൺലി 1 സൈഡ്, അതായത് അടിഭാഗം ചൂടാകുന്ന സൈഡ് വേണം നമുക്ക് തിരിച്ചിട്ടിട്ട് നമുക്കതിന് മുകളിൽ വേണം നമുക്ക് വെജിറ്റബിൾസ് അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ചൂടാകാത്ത സൈഡ് നല്ലതുപോലെ അടിവശം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം അറേഞ്ച് ചെയ്യുന്ന നേരം കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടും. കരിയാൻ പാടില്ല. അപ്പം ഒട്ടും ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഏറ്റവും ലോയിൽ ഫ്ലെയിം വെക്കുക. പക്ഷേ ഈ കല്ല് ഒന്ന് നല്ല ചൂടായിരിക്കണം.
അപ്പോൾ നമ്മളുടെ ഈ ബ്രെഡ് ഒരു സൈഡ് ചെറുതായിട്ട് ബ്രൗൺ ആയി കണ്ടോ, ഒത്തിരി ബ്രൗൺ ആകരുത്, ചെറുതായിട്ട് ബ്രൗൺ ആയി. അപ്പം നമുക്ക് ഈ കല്ല് നല്ല ചൂടാണ്, ദോശക്കല്ല്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇപ്പം. കാരണം നമ്മൾ എത്രയും നേരം കൊണ്ട് വെജിറ്റബിൾസ് അറേഞ്ച് ചെയ്യുന്നു, ഈ കല്ലിന്റെ ചൂട് മതി. അതിൽ കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ ഇതങ്ങ് ഇതായിപ്പോ. ഒരു സൈഡ് നല്ല ക്രിസ്പി ബ്രൗൺ ആയി. അപ്പം നമുക്ക് ഇനി ഇത് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സോസ് ഇടുക. അപ്പം ഈ 2 സോസും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തു. അപ്പം ഷെസ്വാൻ സോസും നമ്മളുടെ ടൊമാറ്റോ സോസും. അപ്പം ഇത് ഈ ബ്രെഡിന്റെ പുറത്തൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പം എരിവ് ഷെസ്വാൻ സോസൊക്കെ ഇഷ്ടത്തിന് ആഡ് ചെയ്യുക. ഇപ്പം എൻ്റെ ഈ സോസ് ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒരു പുളിയും മധുരവും ഷെസ്വാൻ സോസിൻ്റെ ഒരു ചെറിയ ഒരു എരിവും ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ ഷെസ്വാൻ സോസ് ഒക്കെ എല്ലായിടത്തൊന്നും അവൈലബിൾ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പം ടൊമാറ്റോ കെച്ചപ്പ് മാത്രം യൂസ് ചെയ്താലും അത് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ എല്ലാ വെജിറ്റബിൾസും എല്ലായിടവും കിട്ടണം. അപ്പം പനീറും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്യുക, അപ്പോഴത്തേക്ക് പുറത്ത് പോകാത്ത വിധം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ പനീർ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചെല്ലാം ആഡ് ചെയ്യാം. ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ചിക്കൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമ്മളിതിൽ കുറച്ച് ഒരു ലിറ്റിൽ ബിറ്റ് നമ്മൾ ബ്ലാക്ക് പെപ്പർ പൗഡർ ഒന്ന് കൈയുടെ വിരടം കൊണ്ട് ഒരു നുള്ളെടുത്തൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പൂണും കൊണ്ട് ഇടരുത്, കൈയുടെ വിരലും കൊണ്ട് ഇങ്ങനെ തുമ്പും കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട. കൈ കൊണ്ട് തന്നെ പിഞ്ച് ഓഫ് റെഡ് ചില്ലി ഫ്ലേക്സ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരുപാട് ആഡ് ചെയ്യരുത്, ജസ്റ്റ് പിഞ്ച്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒറഗാനോ ഹെർബ്സ് ഒരു ലിറ്റിൽ ബിറ്റ് ഒന്ന് ആഡ് ചെയ്യുക, നോട്ട് ടു മച്ച്. നല്ല ടേസ്റ്റ് തരുമെന്ന് കേട്ടോ. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ മോസറെല്ല ചീസ്. അത് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കുഴപ്പമില്ല. അപ്പോൾ പുറത്ത് പോകാതെ മോസറെല്ല ചീസ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ചീസ് എത്രയും ആവശ്യമുണ്ടോ അതനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഈ ചീസ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിപ്പം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനിയിപ്പോൾ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യുക. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് 2 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റിൻ്റെ ആവശ്യമില്ല, 1 മിനിറ്റ് നമ്മൾക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാമെന്ന്. കരിഞ്ഞു പോകരുത്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ബ്രെഡ് പിസ്സ ഈസ് റെഡി. Hope everyone likes today's easy and simple bread pizza recipe. Thank you so much for watching. Keep sharing, keep subscribing. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകളും സബ്സ്ക്രിപ്ഷൻസുമാണ് ആവശ്യം. Eat healthy, stay healthy. Thank you.